ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 64ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. വിദ്യാർത്ഥികൾക്കെല്ലാം IIT-കളിലും NIT-കളിലുമുള്ള BSc BEd അല്ലെങ്കിൽ BCom BEd പ്രോഗ്രാമുകളെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം, ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ഒരു ബ്രോഷർ വായിച്ച് നോക്കിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വിദ്യാർത്ഥികൾക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു സിറ്റുവേഷൻ എന്താണ്, ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്താലോ. സാറേ, ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കും, സാറും ഈ ഒരു ഇത്രയും വർഷം അധ്യാപകനായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ സാർ, ശരിക്കും ഒരു സാധാ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ ഡിഗ്രി ചെയ്യുന്നു, BEd ചെയ്യുന്നു, അതുമായിട്ട് നോക്കുമ്പം ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ പൊതുവേ പറയാറുണ്ട്, ഒരു രാജ്യത്തിനും അവിടുത്തെ അധ്യാപകൻ്റെ നിലവാരത്തിന് മുകളിലേക്ക് ഉയരാനാവില്ല എന്നൊരു പറച്ചിൽ നമ്മൾ പൊതുവേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ +2 കഴിയുമ്പോൾ ഡോക്ടറാകാം, എൻജിനീയറാകാം, മറ്റ് ലോ പ്രൊഫഷനിലേക്ക് പോകാം, ഇപ്പോൾ മാനേജ്മെൻറ്റ് പ്രൊഫഷനിലേക്കും പോകാനുള്ള അവസരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതുവരെ കഴിഞ്ഞ കുറച്ച് കാലം വരെ നമുക്ക്, അല്ലെങ്കിൽ NEP 2020 വരുന്നത് വരെ നമുക്ക് മറ്റ് സാധ്യതകളില്ലായിരുന്നു. ഡിഗ്രിക്ക് ശേഷം മാത്രമേ ഒരു BEd അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ 2023 ആദ്യമായിട്ട് നമ്മുടെ NCET ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ ITEP എന്ന് പറയും. ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ് ഈ പ്രോഗ്രാം അറിയപ്പെടുന്നത്. അതിനുള്ള പ്രവേശന പരീക്ഷയാണ് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പറയുന്ന BSc BEd BCom BEd BA BEd ഒക്കെ കുറേ ആരംഭിച്ചായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതിന് മുമ്പ് തന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ RIE-കൾ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടുത്തുള്ള മൈസൂർ RIE ആണുള്ളത്. അപ്പോൾ അത് NCERT-യുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ RIE-കളിൽ നമ്മൾ പറയുന്ന പോലെ BSc-യോട് ചേർന്നുള്ള പ്രോഗ്രാം BSc BEd പ്രോഗ്രാമുകൾ, MSc BEd 6 വർഷത്തെ MSc BEd, 4 വർഷത്തെ BSc BEd അല്ലെങ്കിൽ BA BEd ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വർഷങ്ങളായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. എന്നാൽ ഇതിനൊരു ജനറലായിട്ട് അല്ലെങ്കിൽ എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആയിട്ട് ഒരു പ്രോഗ്രാം വരുന്നത് ഈ കഴിഞ്ഞ 2023 മുതലാണ്. അതാണ് ITEP എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് 2 വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് പറയാം. അതെ. അപ്പോൾ നമ്മൾ ഈ മെഡിസിൻ എഞ്ചിനീയറിങ്ങിനൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു സബ്ജക്റ്റ്, ഇപ്പോൾ നീറ്റ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അതേസമയം എഞ്ചിനീയറിംഗ് JEE ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഓപ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട്. പക്ഷെ ഇവിടെ നമുക്കത് അങ്ങനെ ആവില്ല. കാരണം ഏത് സബ്ജക്റ്റും പഠിപ്പിക്കാൻ ആളുകൾ നമുക്ക് ഉണ്ടാവണം. അപ്പം അല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ എക്സാമും കണ്ടക്ട് ചെയ്യുന്ന NDA തന്നെയാണ്. NDA ഇതുപോലെ തന്നെ NDA CUET-യും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ NCET-യും CUET-യും തമ്മിൽ ഒരുപാട് റിലേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം CUET ആണ് NCET ആയിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പരീക്ഷയെന്ന് നമുക്ക് പറയാൻ പറ്റും. സാർ, ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു എക്സാം NCET എൻട്രൻസ് എക്സാം എഴുതിയാൽ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യത? നമുക്ക് IITs ഉണ്ട്, NITs ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നിലവിൽ 64 ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റീസാണ് അവരുടെ സൈറ്റിൽ പറയുന്നത്. ഏകദേശം 6100 സീറ്റ് നിലവിൽ കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഇനിയും സീറ്റുകളുടെ എണ്ണം തീർച്ചയായിട്ടും കൂടാനാണ് സാധ്യത. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് NIT-ൽ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഫിസിക്സ് ഡിഗ്രി പ്ലസ് BEd, മാത്സ് ഡിഗ്രി പ്ലസ് BEd BSc, അതുപോലെ തന്നെ കെമിസ്ട്രി പ്ലസ് BEd പ്രോഗ്രാമുണ്ട്. അപ്പോൾ 50 സീറ്റുകൾ എല്ലാം കൂടെ അവൈലബിൾ ആണ്. സാർ, അപ്പോൾ ഒരു സംശയം ചോദിച്ചോളൂ. സാധാരണ ഒരു BSMS ഒക്കെ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥിക്ക് ആദ്യത്തെ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഫിസിക്സ് വേണോ കെമിസ്ട്രി വേണോ മാത്സ് വേണോ എന്ന് തീരുമാനിച്ച് ഡിസിഷൻ എടുക്കുന്നത്. ഈ ഒരു കേസിൽ എങ്ങനെയാണ്? ആദ്യമേ സബ്ജക്റ്റും തീരുമാനിച്ചിട്ടാണോ അഡ്മിഷൻ കിട്ടുന്നത്, അതോ 2ാമത്തെ 3ാമത്തെ വർഷം തീരുമാനിച്ചാൽ മതിയോ? ഇല്ല, നമുക്ക് ഇപ്പം NIT-ലെ ഈ പ്രോഗ്രാമുകൾ തമ്മിൽ പല യൂണിവേഴ്സിറ്റീസിലും കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ NIT IIT ഒക്കെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഈ NIT IIT ഒക്കെ വന്നുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു നമ്മൾ CUET ഒഴിവാക്കിയത് പോലും. CUET ഒഴിവാക്കി മാറ്റിയെടുക്കാനുള്ള കാരണവും NIT IIT ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ NIT IIT-ലേക്ക് അവർ പ്രധാനമായിട്ടും ആദ്യത്തെ 3 വർഷം സബ്ജക്റ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ കാലിക്കറ്റ് NIT-ലാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ BSc ഫിസിക്സിനും BEd-നോട് ചേർന്നുള്ള BSc BEd പ്രോഗ്രാമാണ് ഒരു കുട്ടി ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവന് 3 വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. NEP-യുടെ ഒരു ഫ്ലെക്സിബിലിറ്റി അതാണ്.
NEP 2020 പറയുന്നത് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അതായത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പഠിച്ചാൽ ഇറങ്ങി പോകാമെന്നുള്ളത്. അത് കാലിക്കട്ട് NIT പോസിബിളാണ്. അപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ പഠിച്ച് 3 വർഷം കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ 4 വർഷം നിന്ന് കഴിഞ്ഞാൽ BEഡും കൂടി എടുത്ത് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ചെയ്യാവുന്ന കാര്യം ഈ പറയുന്ന ആദ്യത്തെ 3 വർഷങ്ങളിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഖരഗ്പൂർ IIT ആണെങ്കിൽ അവർക്ക് വളരെ മിനിമമായിട്ട് പറയാൻ മാത്രം പോലും വളരെ മിനിമമായിട്ടുള്ള പേപ്പേഴ്സ് മാത്രമേ ആദ്യത്തെ 3 വർഷങ്ങളിലുള്ളൂ. ലാസ്റ്റ് ഇയറിൽ സബ്ജക്റ്റ് ഇല്ല. അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ, അവിടെ എക്കണോമിക്സും കൂടെ ഉണ്ട്. ഓക്കെ, എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള 4 സബ്ജക്റ്റിലൊന്നും ലാസ്റ്റ് ഇയറിൽ 4th ഇയറിൽ അവർക്ക് പഠിക്കാനില്ല. ഓക്കെ, പകരം ഈ സബ്ജക്റ്റ് കണ്ടന്റ് മുഴുവൻ 3 വർഷമാണ്. അവിടെ ഒരുപക്ഷെ എക്സിറ്റ് ഓപ്ഷൻ അവർ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. സാർ, ഞാൻ ഇപ്പോഴാണ് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഞാനൊരു JEE എഴുതി ഒരു NIT അഡ്മിഷൻ കിട്ടാൻ അത്രമാത്രം ഒരു മെറിറ്റുള്ള ഒരാളല്ല ഞാൻ. ഒരു IIT കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു IIT കാൺപൂരൊക്കെ കിട്ടിയാൽ വളരെ സന്തോഷം. പക്ഷേ JEE അഡ്വാൻസിൽ ക്വാളിഫൈ ചെയ്യുന്ന ഒരു പ്രതീക്ഷയും ഞാനില്ല. പക്ഷേ എനിക്ക് വേണം. അതേസമയം എനിക്ക് BEഡിന് താല്പര്യമില്ല. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, IIT കാൺപൂർ, ആ ഒരു അലുമിനി സ്റ്റാറ്റസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കാറ്റഗറി ഒത്തിരി വിദ്യാർത്ഥികൾ കാണും. അവരെന്ത് ചെയ്യണം? സാർ, ഈ പറഞ്ഞ കാര്യം NIT നിലവിൽ അവരുടെ ബ്രോഷറിൽ നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ റൂൾസിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം 3 വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ഓപ്ഷൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ IIT ചെന്ന് കഴിയുമ്പോൾ അവരിത് പറയുന്നില്ല. പക്ഷേ അവർ ഇൻഡക്ഷൻ പ്രോഗ്രാമിനൊക്കെ ഇവിടെ കുട്ടികൾ 2023 ആരംഭിച്ച് 27 ഫസ്റ്റ് ബാച്ച് ഇറങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിനൊക്കെ പ്രൊഫസേഴ്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് 3 വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ള രീതി പറഞ്ഞതായിട്ട് പറയുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണം അവിടെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവർക്ക് ഈ 3 വർഷം കഴിയുമ്പോൾ ഇറങ്ങി അവർക്ക് മറ്റെന്തെങ്കിലും പ്രോഗ്രാം ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് BEd ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാൻ സാധ്യതകൾ. ആ ഒരു രീതി ഇപ്പം BTech പ്രോഗ്രാമുകളിലൊക്കെ അങ്ങനെയുണ്ട്. ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാനും ഒക്കെ അവസരം കിട്ടിയാൽ അത് ചെയ്തിട്ട് വന്ന് തിരിച്ചു വന്ന് വീണ്ടും ബിറ്റ്സിൻ്റെ ഒരു കൾച്ചറിലേക്ക് മാറുന്നു, വീണ്ടും കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ IIT പഠിക്കാൻ നമ്മൾ വിചാരിക്കും BSc BEd പഠിച്ചാൽ മതിയോ, അത് ഇച്ചിരി കുറച്ചിലല്ലേ, നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. കാരണം അവിടെ നമ്മൾ BSc ഫിസിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. BSc ഫിസിക്സ് BEd ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ 4 സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ അതിന് മിക്കവാറും പല പേപ്പേഴ്സും അവിടെ BS പ്രോഗ്രാമുണ്ട്. 4 ഇയർ ജോസ വഴി, JEE അഡ്വാൻസ്ഡ് വഴി, ജോസ കൗൺസിലിംഗ് വഴി BS 4 ഇയർ BS ഈ പറഞ്ഞ പ്രോഗ്രാംസ് എല്ലാം ഉണ്ട് അവിടെ. എക്കണോമിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. ആ പ്രോഗ്രാമിന് ഉള്ള കുട്ടികളുടെ കൂടെയാണ് പല ക്ലാസ്സുകളും ഇവർ ഈ പറയുന്ന BSc പ്രോഗ്രാമിന് വരുന്ന BSc BEഡിന് വരുന്ന കുട്ടികളും ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ IIT അഡ്മിഷൻ കിട്ടാനുള്ള ഏറ്റവും ഷോർട്ട് ട്രിക്ക് തന്നെയുമല്ല, അവിടുത്തെ എക്സ്പോഷർ, അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം നമ്മളൊരു IIT അലുമിനി ആയിട്ട് മാറുകയാണ്. അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടുത്തെ ക്ലബ്സിലും അവിടുത്തെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അവിടുത്തെ സെമിനാറുകളിലും ഇൻറ്റേൺഷിപ്പ് ഇങ്ങനെയുള്ള സകല കാര്യങ്ങളിലും ഈ കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. അത് ഈ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രിയോ പഠിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർക്ക് പോകാനായിട്ട് സാധിക്കും. അത് വലിയൊരു എക്സ്പോഷർ വൈസ് വളരെ മെച്ചമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എക്സിറ്റ് ഓപ്ഷൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി IIT ഇതുവരെ കൊടുത്തിട്ടില്ല. സാർ, അപ്പോൾ ഞാൻ പണ്ട് പലരും പറഞ്ഞു കേട്ടുള്ളൊരു കാര്യമാണ്, എത്രമാത്രം വസ്തുതയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ അതുകൂടി ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. അതായത് പണ്ട് കാലങ്ങളിലല്ല ഇപ്പോൾ ഒക്കെ പഠിക്കുന്ന BTechനൊക്കെ അഡ്മിഷൻ നേടിയ പലരും സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നവരൊക്കെ കാണും. അങ്ങനെയുള്ളവർക്ക് BTech കംപ്ലീറ്റ് ചെയ്യാതെ BSc വെച്ചൊക്കെ പണ്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ IIT കൊടുത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു സാധ്യതകളും ഇപ്പോൾ BS പ്രോഗ്രാമുകൾ വരുമ്പോൾ BS എന്ന് പറയുമ്പോൾ 4 വർഷത്തെ പ്രോഗ്രാം മിക്കവാറും എല്ലാം ഓണേഴ്സ് പ്രോഗ്രാമുകളാണ്. ഈ ഓണേഴ്സ് പ്രോഗ്രാമിന് പകരം അവർ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നോർമൽ ഡിഗ്രി ആയിട്ട് ഇറങ്ങാവുന്ന രീതിയിലേക്ക് പല യൂണിവേഴ്സിറ്റീസ് അവരുടെ പ്രോഗ്രാംസ് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. സാർ, അതുപോലെ തന്നെ ചോദിക്കുന്നത്, അതായത് നമുക്ക് ഈ ഏതൊരു എൻട്രൻസ് എക്സാം എഴുതുമ്പോഴും അതിനകത്ത് അഡ്മിഷൻ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണല്ലോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. സാർ, നമ്മുടെ ഈ ഒരു എക്സാം വഴി കിട്ടാൻ സാധ്യതയുള്ള ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവിടുത്തെ കോഴ്സുകളും എന്തൊക്കെയായിരിക്കും? നമുക്ക് IITs തന്നെയാണ്. നമ്മൾ പല ആസ്പെക്റ്റും നമ്മൾ നോക്കുമ്പോൾ IITs ആണ് ഏറ്റവും നല്ല. കാരണം അവിടെ നിന്ന് തന്നെ നമ്മളിപ്പം BSc BEd കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ നല്ല റിക്രൂട്ടേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അത് ഇൻ്റർനാഷണൽ സ്കൂൾസ് വരാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ വരാം. ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആവുന്ന ഒരു കാലഘട്ടം. കാരണം ഒരു സബ്ജക്റ്റ് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും കൂടെ
ചെയ്യാൻ പറ്റുന്ന ആളുകളാണല്ലോ അവിടെ ഉള്ളത്. ഒരുപക്ഷെ ഈ ജോലിയിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങൾ തന്നെയായിരിക്കാം. അപ്പം പ്ലേസ്മെന്റിന് നല്ലൊരു സാധ്യത നമുക്ക് അവിടെ പറയാൻ പറ്റും. അപ്പോൾ അതൊരു ചാൻസ് ആണ്. അപ്പോൾ IITs തന്നെ നമുക്ക് ഒന്നാമത് കൊടുക്കാം. പക്ഷെ ഒരുപാട് IITsiലില്ല. അതിനകത്ത് ഏറ്റവും ടോപ്പ് IIT ആയിട്ട് നമുക്ക് പറയാവുന്ന ഖരഗ്പൂർ IIT ആണ്. അതുകൊണ്ട് ഞാനത് ഭുവനേശ്വറൊക്കെ ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നെ NITsiലേക്ക് വരുമ്പോൾ NIT ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിറ്റ് ഓപ്ഷൻ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം IITയുടെ തൊട്ട് താഴെയാണല്ലോ NIT വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ പറയാം നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റി, അവിടെ CUET വഴി ആകപ്പാടെ ഒരു പ്രോഗ്രാമേ ഉള്ളൂ. പക്ഷേ NCET വഴി നമുക്ക് 3 B.Ed പ്രോഗ്രാമുകൾ 150 സീറ്റുകളുണ്ട്. BA B.Ed ഉണ്ട് 4 ഇയർ, BSc B.Ed ഉണ്ട്, BCom B.Ed ഉണ്ട്. BCom B.Ed കൊമേഴ്സ് ഡിഗ്രി പ്ലസ് B.Ed വരും. BA B.Ed ആകുമ്പോൾ ഇംഗ്ലീഷ് ഡിഗ്രിയും എക്കണോമിക്സ് ഡിഗ്രി ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. 25 സീറ്റുകൾ വീതം 2 കാറ്റഗറിയിലും ഉണ്ടാവും. കൊമേഴ്സിൽ 50 സീറ്റ് വരും. പിന്നെ സയൻസിലേക്ക് വരുമ്പോൾ ഫിസിക്സ് BSc പ്ലസ് B.Ed അല്ലെങ്കിൽ സുവോളജി BSc പ്ലസ് B.Ed. ഇത്രയും പ്രോഗ്രാമുകളാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏറ്റവും അടുത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതൊരു വലിയ സാധ്യതയായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുകൂടാതെ മിക്കവാറും ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പോലെ ഒക്കെ ഉള്ള മിക്കവാറും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഒക്കെ ഈ പ്രോഗ്രാം അവൈലബിൾ. അപ്പം നമുക്ക് മൂന്നാമതായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ പ്ലേസ് ചെയ്യാം. നാലാമത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും പറയാൻ പറ്റും. സാർ, ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട്, അതായത് അറിയാവുന്നൊരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളത് RIE ആണ്. എങ്ങനെയാണ് സാർ അവിടുത്തെ ഒരു വിദ്യാഭ്യാസ അവസരങ്ങൾ? RIE നമുക്കിതിനകത്ത് തന്നെ ഒരുപക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് മുകളിൽ അവരുടെ ആ ഒരു ഹിസ്റ്ററി ആൻഡ് റെപ്യൂട്ടേഷൻ കൊണ്ട് അതിന് മുകളിൽ പ്ലേസ് ചെയ്യേണ്ടതാണ് RIE. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടുത്തുള്ള RIE മൈസൂർ RIE ആണ്. അവിടെ നേരത്തെ തന്നെ BSc B.Ed പ്രോഗ്രാമുകളുണ്ട്. ഒത്തിരി വർഷങ്ങളായി, ഒരുപാട് വർഷങ്ങളായി. അതുപോലെ MSc 6 വർഷം കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം +2 കഴിയുമ്പോൾ തന്നെ 6 വർഷം എടുത്തുകൊണ്ട് B.Ed ഉൾപ്പെടെ അപ്പം BSc കിട്ടും, MSc ഉണ്ട്, B.Ed ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ അങ്ങനത്തെ ഒരു പ്രോഗ്രാം വരെ അവിടെ ഉണ്ട്. അതുപോലെ BA B.Ed പ്രോഗ്രാംസും ഉണ്ട്. RIE NCERTയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ എഡ്യൂക്കേഷൻ റിസർച്ചിനാണ് അവർ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ റിസർച്ച്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് നമ്മളൊരു കരിക്കുലം ഡെവലപ്പറൊക്കെ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു മികച്ച നല്ല പ്രോഗ്രാമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് മൈസൂർ RIE. സാർ, ഇതോട് ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു നാടുകളിലെ ഒരു സാഹചര്യം വരുമ്പം ഇവിടെ ഡിഗ്രി ഉണ്ട് 2 വർഷം, നേരത്തെ 1 വർഷമായിരുന്നു, ഇപ്പോൾ B.Ed ആയിരുന്നു. ഈ B.Ed പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതെന്തായി മാറും ഇനി? ഇപ്പോൾ അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ NEP 2020 പറയുന്ന അനുസരിച്ച് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് B.Ed ആണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCT റെക്കമെൻഡ് ചെയ്യുന്ന 4 ഇയർ ആണ്. 2030 4 ഇയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 4 ഇയർ കഴിഞ്ഞ് വരുന്നവർക്ക് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ മറ്റ് ചില ചിന്തകൾ വരുന്നുണ്ട്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വരുന്നവർക്ക്, MSc MA കഴിഞ്ഞൊക്കെ വരുന്നവർക്ക് 1 ഇയർ B.Ed അല്ലെങ്കിൽ MCom വരുന്നവർക്ക് വേണ്ടി 1 ഇയർ B.Ed വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്താലോ, അത് 1 ഇയറിലേക്ക് ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 2 ഇയർ ആയതുകൊണ്ട് പല കുട്ടികളും ടീച്ചിങ് മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ 1 ഇയർ ആക്കിയാലോ, അങ്ങനെയുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെയും വരാം. കാരണം ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമുക്ക് പറയാം, ഇങ്ങനെ 4 ഇയർ ആകുമ്പോൾ അതൊരു പക്ഷേ ഏറ്റവും നല്ല ലൊക്കേഷൻ എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് ആയിരിക്കും. ഒരു B.Ed കോളേജിനേക്കാളും അല്ലെങ്കിൽ ട്രെയിനിങ് കോളേജിനേക്കാളും നല്ലത് എന്തുകൊണ്ടും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ചുരുക്കി സാധ്യത കൂടുതലുള്ളത്. ഒരു ആംഗിളിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു MA അല്ലെങ്കിൽ BSc MSc ഫെസിലിറ്റി ഉള്ളൊരു കോളേജിൽ B.Ed ആരംഭിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ തിരിച്ച് B.Ed മാത്രമുള്ളൊരു കോളേജിൽ ഈ ഒരു 4 വർഷ പ്രോഗ്രാം ആരംഭിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അടച്ചു പൂട്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടോ? അന്നേരമാണ് ഈ പറഞ്ഞ 1 ഇയർ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ 1 ഇയറിലേക്ക് വരാം. ഇനി ഒരുപക്ഷെ ബ്രിഡ്ജ് കോഴ്സസ് ആരംഭിക്കാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പറയുന്ന 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് B.Ed നമ്മൾ പറഞ്ഞു, അത് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല ലെവലിലാണ്. അതായത് 3 ലെവലുണ്ട്. ഒന്ന് പ്രിപ്പറേറ്ററി ലെവൽ. നമുക്കത് കുട്ടികളിത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രോഗ്രാം ഏതാണെന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ പ്രിപ്പറേറ്ററി ലെവൽ പ്രോഗ്രാമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഈ പറയുന്ന BA B.Ed BSc B.Ed ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3, 4, 5 ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൂ. അതെ.
ഇനി മിഡിൽ ലെവലിൽ ഉള്ള പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് 5, 6, 7, 8 ക്ലാസ്സുകൾ പഠിപ്പിക്കാനേ പറ്റുള്ളൂ. കൂടുതൽ പ്രോഗ്രാം സെക്കൻഡറി ആണെങ്കിൽ അത് 9, 10, 11, 12 വരെ പഠിപ്പിക്കാൻ പറ്റും. സാറേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ലോജിക്ക് ഒരേ ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നു, അതിൽ കുറച്ച് പേർക്ക് മാത്രമായിട്ട് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം. ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പം നമുക്കറിയാമല്ലോ, ഇതെല്ലാം B.Ed വേണം. എല്ലാ 1ാം ക്ലാസ് മുതൽ താഴ്ന്ന ക്ലാസ് മുതൽ പഠിപ്പിക്കാൻ B.Ed വേണം. പണ്ട് നമ്മൾ D.Ed ഒക്കെ ആയിരുന്നു, അതൊക്കെ മാറി B.Ed വേണം. അപ്പോൾ പ്രിപ്പറേറ്ററി 3ാം ക്ലാസ് മുതൽ പഠിപ്പിക്കാൻ B.Ed വേണം. അടുത്ത ലെവലിലും B.Ed, ഈ എല്ലാ ലെവലിലും B.Ed വേണം. അപ്പം ഈ B.Edൻ്റെ ഈ എഡ്യൂക്കേഷൻ്റെ പേപ്പേഴ്സിന് ആ ഒരു കരിക്കുലത്തിന് ഡിഫറൻസ് വരും. കാരണം കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നിടത്തല്ല നമുക്ക് സെക്കൻഡറി 9ാം ക്ലാസ് മുതലുള്ളവരെ ഓരോ കണ്ടൻറ്റ് പെഡഗോജിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഏത് തരത്തിലുള്ള പ്രോഗ്രാം ആണെന്നുള്ളത് കൃത്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. ഇനി ഒരുപക്ഷെ ബ്രിഡ്ജ് കോഴ്സസ് ഉണ്ടാകാം. അങ്ങനെയാണ് ബ്രിഡ്ജ് കോഴ്സ് വരുന്നത്. അതായത് പ്രിപ്പറേറ്ററി പഠിച്ച ഒരാൾക്ക് ബ്രിഡ്ജ് കോഴ്സ് വഴി സെക്കൻഡറിയിലേക്ക് അഡ്മിഷൻ പോകാനുള്ള അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആകാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. സാറ് ഇത്രയും ഇൻഫർമേഷൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം ഏതൊരു വിദ്യാർത്ഥിക്കും ഈ പറഞ്ഞ എക്സാമുകളിലേക്ക് അപ്ലൈ ചെയ്തേക്കാം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചേക്കാം എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. സാർ ഇപ്പം അപ്ലൈ ചെയ്യുന്ന സമയമായിട്ടുണ്ടോ? എന്താണ് എക്സാമിൻ്റെ പാറ്റേൺ? വിദ്യാർത്ഥികൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഈ മാർച്ച് മാസം 16-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. 18 വരെ ഫീസ് അടയ്ക്കാനുള്ള സമയമുണ്ട്. ഏപ്രിൽ മാസം 29-ാം തീയതിയാണ് NCERT എക്സാം. ഏപ്രിൽ 29-നാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 7 പേപ്പറുകൾ എഴുതാനുണ്ട്. 7 പേപ്പർ. അതിനകത്ത് 2 എണ്ണം കമ്പൽസറിയാണ്. 2 എണ്ണം കമ്പൽസറി. ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, മറ്റൊന്ന് ജനറൽ ടെസ്റ്റ്. ഇത് 2 കമ്പൽസറിയാണ്. പിന്നെ ഉള്ളത് 2 ലാംഗ്വേജും 3 ഡൊമൈൻ സബ്ജക്റ്റും. അത് നമുക്ക് ഏത് വേണേലും ഒക്കെ സെലക്ട് ചെയ്യാം. അങ്ങനെ മൊത്തം 7 എണ്ണമാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡൊമൈൻ സബ്ജക്ട്സ്, അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏത് പ്രോഗ്രാമാണോ എടുക്കാൻ പോകുന്നതും ഏത് യൂണിവേഴ്സിറ്റിയിലാണോ എടുക്കാൻ പോകുന്നതും അവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിഗ്രി പ്ലസ് B.Ed ആണല്ലോ, ആ പ്രോഗ്രാമിന് അവർ റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്ന ഡൊമൈൻ സബ്ജക്റ്റ് നമ്മൾ എഴുതണം. അതായത് ഇപ്പം BA ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ചിലപ്പം പറയുന്നത് എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ ആയിരിക്കും. BSc ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ കാലിക്കറ്റ് NIT ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് പറയുന്നത്. ആ 3 ഡൊമൈൻ സബ്ജക്റ്റ് വേണം തീർച്ചയായിട്ടും എഴുതാനായിട്ട്. ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ 28 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 25 എണ്ണം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ 25 × 3 75 ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ ഉള്ളത് ജനറൽ ടെസ്റ്റാണ്. ജനറൽ ടെസ്റ്റും ഈ പറഞ്ഞ അത് കമ്പൽസറിയാണ്. അത് 28 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് 25 എണ്ണം ചെയ്താൽ മതി. അപ്പം 75, 25, 100 ക്വസ്റ്റ്യനായി. ഇനിയുള്ളത് 2 ലാംഗ്വേജ്. 2 ലാംഗ്വേജിൽ നമുക്കവിടെ എടുക്കാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന കാര്യം, ഒന്ന് ഇംഗ്ലീഷ് എടുക്കുക. കാരണം കമ്പൽസറി അല്ല. കമ്പൽസറി നേരത്തെ പറഞ്ഞ ജനറൽ ടെസ്റ്റും പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും. പക്ഷേ ഇംഗ്ലീഷ് എടുക്കാൻ പറയാൻ കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൽ മിക്കവാറും അവർ ഇംഗ്ലീഷ് പറയുന്നുണ്ട്, നിർബന്ധമായി. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്നതാണ് സേഫ്. ഒന്ന് ഇംഗ്ലീഷ് എടുക്കുക, 2 മലയാളമോ മറ്റേതെങ്കിലും റീജിയൻ ലാംഗ്വേജ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മലയാളം എടുക്കാം. അതിൻ്റെ 23 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 20 എണ്ണം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ 2 ലാംഗ്വേജ് 20 ആകുമ്പം 40 അപ്പോൾ 140 ആയി. ഇനിയുള്ളത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും 23 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലും 20 എണ്ണം ആൻസർ ചെയ്യുക. അപ്പോൾ 140, 20, 160 ക്വസ്റ്റ്യൻ. ഈ 160 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 3 മണിക്കൂർ സമയം ഉണ്ടാവും. കറക്റ്റ് ആൻസറിന് +4ഉം റോങ്ങിന് -1ഉമാണ്. പിന്നെ ഏജ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സൈറ്റിൽ നോക്കണം. ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അവരുടേതായ രീതിയിൽ ഏജിന് റെസ്ട്രിക്ഷൻ പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നോർമലി എക്സാം എഴുതാൻ ഏജ് റെസ്ട്രിക്ഷൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. NDA എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എവിടെയൊക്കെയാണോ നമുക്ക് താല്പര്യമുള്ള അങ്ങോട്ടേക്ക് നമ്മൾ സെപ്പറേറ്റ് ഇത് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ അപ്ലൈ ചെയ്യുന്നു. അവർ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് കൊടുക്കാൻ പറയുന്നു. എന്നിട്ട് ഒരു റാങ്ക് ലിസ്റ്റ്, ഓരോ യൂണിവേഴ്സിറ്റിയാണ് അവരവിടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. അങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത്. സാർ, അപ്പോൾ ഇതിനോട് ചേർത്ത് ഒരു അവസാന ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ശരിക്കും എക്സാം എഴുതി റാങ്ക് വന്നു, എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ? അഡ്മിഷൻ പ്രൊസീജിയർ ഓരോ യൂണിവേഴ്സിറ്റിയാണ് നടത്തുന്നത്. അതായത് എക്സാം എഴുതുമ്പോൾ നമ്മുടെ മാർക്കാണ്, സ്കോറാണ് വരുന്നത്. സ്കോറാണ്, റാങ്ക് ലിസ്റ്റ് ഇല്ല. റാങ്ക് ലിസ്റ്റ് വരുന്നില്ല.
അപ്പോൾ നമ്മുടെ സ്കോർ വരുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പം ഒരാൾക്ക് കാലിക്കറ്റ് NIT പഠിക്കാൻ ആഗ്രഹമുണ്ട്, കാലിക്കറ്റ് NIT അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ അവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ ഉണ്ടാവും, ഒരു ലോക്കലായിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് 150 സീറ്റിന് വേണ്ടി 6000-ഓളം ആപ്ലിക്കേഷൻ വന്നു. ഓക്കെ. സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡിലേക്ക്, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് 6000-ഓളം ആപ്ലിക്കേഷനിൽ നിന്നാണ് 150 കുട്ടികളെ ഈ 3 സ്ട്രീമിലായിട്ട് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും നമ്മൾ സെപ്പറേറ്റ് താല്പര്യമുള്ളിടത്തേക്ക്, നമുക്ക് ആഗ്രഹമുള്ളിടത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾ പങ്കെടുത്തപ്പം നിങ്ങൾക്ക് കൃത്യമായ ഐഡിയ കിട്ടിക്കാണും. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ NCET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിന് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. IIT-കളിലും NIT-കളിലും RIE-കളിലും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കുക, അപ്ലൈ ചെയ്യുക. ജോബി സാർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഒത്തിരി വിദ്യാർത്ഥികൾക്കൊരു സേഫ് ഓപ്ഷനിലേക്ക് എത്താൻ ഇത് സഹായിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.